ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ ട്രിക്സ് കിട്ടിയാൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അല്ലേ? അതേപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ട്രിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആൾക്കാരോടൊക്കെ പറയാറുണ്ട്, ഇപ്പം എനിക്ക് ഒന്നും ചെയ്യണ്ട, ഈ സമയത്ത് എനിക്ക് ജസ്റ്റ് ഉറങ്ങിയാൽ മാത്രം മതി. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? അതായത് ഈ ഒരു മൊമെൻറ്റിൽ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഈ മൊമെൻറ്റിൽ എനിക്ക് ഇന്നൊരു കാര്യം മാത്രം ചെയ്താൽ മതി എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? വി ക്യാൻ സേ റൈറ്റ് നൗ ഐ ജസ്റ്റ് വാണ്ട് ടു സ്ലീപ്പ്. എനിക്ക് ഈ സമയത്ത് ഉറങ്ങിയാൽ മാത്രം മതി എന്ന് പറയാൻ വി ക്യാൻ സേ റൈറ്റ് നൗ ഐ ജസ്റ്റ് വാണ്ട് ടു സ്ലീപ്പ്. അല്ല, എനിക്ക് ഈ സമയത്ത് എഴുതിയാൽ മതി, എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? റൈറ്റ് നൗ ഐ ജസ്റ്റ് വാണ്ട് ടു റൈറ്റ്. എനിക്ക് ഈ സമയത്ത് പഠിച്ചാൽ മതി, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? റൈറ്റ് നൗ ഐ ജസ്റ്റ് വാണ്ട് ടു സ്റ്റഡി. അപ്പം നമുക്ക് എന്തെങ്കിലും ഈ ഒരു മൊമെൻറ്റിൽ ചെയ്താൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ട് റൈറ്റ് നൗ ഐ ജസ്റ്റ് വാണ്ട് ടു എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്ത് പറയാം. അപ്പോൾ റൈറ്റ് നൗ ഐ ജസ്റ്റ് വാണ്ട് ടു എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? വെർബിൻ്റെ ഫസ്റ്റ് ഫോം വേണം പറയാൻ. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റൈറ്റ് നൗ ഐ ജസ്റ്റ് വാണ്ട് ടു സ്റ്റഡി, റൈറ്റ് നൗ ഐ ജസ്റ്റ് വാണ്ട് ടു സ്ലീപ്പ്, റൈറ്റ് നൗ ഐ ജസ്റ്റ് വാണ്ട് ടു ഈറ്റ്. എല്ലായിടത്തും ഞാൻ എന്താ യൂസ് ചെയ്തത്? വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്തത്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, നോ ഇഷ്യൂസ്. ബട്ട് നമ്മൾ പറയുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യുക? വെർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രം യൂസ് ചെയ്താൽ മതി. എന്നാൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ഇപ്പോൾ എനിക്ക് സംസാരിച്ചാൽ മാത്രം മതി, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമെന്ന് കോമെൻറ്റ് ബിലോ.